ഫരീദാബാദ് ഭീകര സംഘത്തിന്റെ എല്ലാ പദ്ധതികളും പൊളിയുകയാണ്. അന്വേഷണ സംഘത്തിലൂടെ സ്ഫോടന പരമ്പരയ്ക്കായി വാങ്ങിക്കൂട്ടിയ കാറുകൾ ഓരോന്നായി കണ്ടെത്തുന്നുണ്ട്. പുറത്തു വന്ന പുതിയ CCTV ദൃശ്യങ്ങളിൽ ഉമർ ഗുലാം നബിയുടെ കാറിലെ പിൻസീറ്റിൽ ഉള്ള സ്ഫോടക വസ്തുക്കളും വ്യക്തമാകുന്നുണ്ട്. കാറുകൾ ഉപയോഗിച്ചൊരു സ്ഫോടന പരമ്പര തന്നെയാണ് രാജ്യത്തെ വിവിധ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ഈ ഭീകര സംഘം പദ്ധതി ഇട്ടിരുന്നത്. അതിൽ അന്വേഷണ സംഘത്തിൻ്റെ കണക്കുകൾ പ്രകാരം ഒരു കാറ് കൂടി ഇനിയും കണ്ടെത്താനുണ്ട്. മാരുതിയുടെ ഒരു സ്വിഫ്റ്റ് ഡിസയർ, മറ്റ് 3 കാറുകൾ. അതിൽ മാരുതിയുടെ തന്നെ വിറ്റാറ അല്പസമയം മുൻപാണ് അൽഫല സർവകലാശാലയ്ക്ക് അകത്ത് നിന്നും കണ്ടെത്തിയത്. അത് ഡോക്ടർ ഷഹീൻ്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്തത്. മറ്റൊരു കാർ പൊട്ടിത്തെറിച്ച i20, പിന്നെ ചുവന്ന ഫോർഡ് എക്കോസ്പോർട്ട്. അതിനപ്പുറത്തേക്ക് 32 കാറുകളായിരുന്നു ആകെ ഈ ഭീകരസംഘം വാങ്ങാൻ പദ്ധതി ഇട്ടിരുന്നത്. അതിൽ എത്രയെണ്ണം വാങ്ങി, ഇതിലൊക്കെ അകത്ത് ഇനി സ്ഫോടക വസ്തുക്കൾ ഉണ്ടോ തുടങ്ങിയിട്ടുള്ള അന്വേഷണങ്ങളെല്ലാം തന്നെ പുരോഗമിക്കുന്നു. നിലവിൽ കസ്റ്റഡിയിലുള്ളവരെ വ്യക്തമായി ചോദ്യം ചെയ്തുകൊണ്ട് ഇവർ എത്ര കാർ വാങ്ങി, അതായത് നിലവിൽ കണക്കുകളുള്ളതിനപ്പുറത്തേക്കുണ്ടോ, കാറുകളിൽ ഒതുങ്ങുന്നതാണോ തുടങ്ങിയിട്ടുള്ള വലിയ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതിനെല്ലാം ഉത്തരം തേടിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള പരിശോധന തന്നെയാണ് പ്രധാനമായിട്ടും പോകുന്നത്. നിലവിൽ ജമ്മു കശ്മീർ, ഡൽഹി, ഹരിയാന, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് വ്യാപകമായിട്ടുള്ള റെയ്ഡുകളും പരിശോധനകളും തുടരുന്നു. നവംബർ 10-ാം തീയതിയിലെ കൂടുതൽ CCTV ദൃശ്യങ്ങളും അതിനിടയിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും അവസാനമായി വന്നത് ബദർപൂർ അതിർത്തിയിൽ നിന്നും ഡൽഹിക്കകത്തേക്ക് ഹരിയാനയിൽ നിന്നും ഈ പ്രതി ഉമർ ഗുലാം നബി വരുന്നതാണ്. അതിൽ ടോൾ പ്ലാസയ്ക്ക് അടുത്ത് വെച്ചിട്ടുള്ള CCTV ദൃശ്യമാണ് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. അതിൽ കാറിനകത്തെ പുറകിലെ സീറ്റുകളടക്കം വ്യക്തമാണ്. അതിൽ ചില ബാഗുകളുണ്ട്. ആ ബാഗിനകത്ത് അമോണിയം നൈട്രേറ്റും അതുപോലെ മറ്റ് രാസവസ്തുക്കളും ഉൾപ്പെടെ സ്ഫോടക വസ്തുക്കളായിരുന്നു എന്നുള്ള നിഗമനമുണ്ട്. എന്തായാലും ഫോറൻസിക് പരിശോധന നടക്കുന്നു. അതിനുശേഷം കൃത്യമായിട്ടുള്ള ഫലമനുസരിച്ച് ഒരു വ്യക്തത അന്വേഷണ സംഘം വരുത്തുമെന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ അവർ അറിയിക്കുന്നത്. എന്തായാലും ഈ രാസവസ്തുക്കളെ സംബന്ധിച്ചും ഈ രാസവളം വാങ്ങിയതിനെ സംബന്ധിച്ചും ഇവർക്ക് വേണ്ടിയിട്ടുള്ള സ്ഫോടക വസ്തുക്കൾ അത് എവിടെ നിന്നെല്ലാം തന്നെ ഇവർ സംഘടിപ്പിച്ചു തുടങ്ങിയ കാര്യങ്ങൾ കേന്ദ്രീകരിച്ചും വലിയ തോതിൽ അന്വേഷണം നടക്കുകയാണ്. ഒപ്പം വിദേശ ബന്ധങ്ങളും പല ഹാൻഡ്ലേഴ്സ്മാരെ സംബന്ധിച്ചും വലിയ രീതിയിൽ ഇപ്പോഴും പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിൽ നിന്നും അർജുൻ പിതാംബരൻ, മാതൃഭൂമി ന്യൂസ്.